ഹായ്, CM പറഞ്ഞ ഈ ഒരു നിലപാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സലീംകുമാറിന്റെ പേരിൽ ഒരു സ്മാരകം വെക്കുക, ആ സ്മാരകം വെക്കാൻ വേണ്ടി 1 കോടി രൂപ കൊണ്ട് ചെലവാക്കുക. അതിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെയാണ് മരിച്ചുപോയ എല്ലാ നടന്മാരുടെയും പേരിൽ കൊണ്ട് നമ്മൾ സ്മാരകം വെക്കേണ്ടതായിട്ട് വരത്തില്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനാണ് സലീംകുമാർ. ഞാൻ പല മിമിക്രികളും കാര്യങ്ങളും ഒക്കെ സലീംകുമാറിന്റെ സൗണ്ട് വെച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളുമാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ബാല്യകാലങ്ങളെല്ലാം നല്ല സുന്ദരമാക്കിയ ഒരു നടനാണ്, നല്ല ബഹുമാനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഈ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? വെറുതെ കൊണ്ടുവന്ന് പൈസ കൊണ്ടുവന്ന് വല്ല പാവപ്പെട്ട ആൾക്കാരെ കൊണ്ടുവന്ന് വിദ്യാഭ്യാസ സഹായത്തിനോട്ടുള്ള പൈസ കൊടുക്കുവോ, അല്ലെ പാവപ്പെട്ട ആൾക്കാർക്ക് വല്ലോ ആശുപത്രിയിലുള്ള പൈസ, മെഡിക്കല് അതിനുള്ള പൈസ കൊടുക്കുവോ, അല്ലെങ്കിൽ ഭവനമില്ലാത്തവർക്ക് കൊണ്ട് ഭവനങ്ങൾ ചോർന്ന് വിളിച്ച് താഴ്ത്തി വീഴുന്ന തലയിൽ വീഴാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് വല്ല ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യേണ്ട പൈസയ്ക്ക് കൊണ്ടുവന്ന് സ്മാരകം വെച്ച് 1 കോടി രൂപ സ്മാരകം, അതെന്താ സ്പെഷ്യൽ കൺസിഡറേഷന്? അങ്ങനെയാണെങ്കിൽ ഇനിയും മരിക്കാൻ പോകുന്ന ആൾക്കാരും അതോ ഇനിയും നേരത്തെ മരിച്ചുപോയ കോമഡി നടന്മാരുടെയും അല്ലെ എല്ലാവരുടെയും പേരിൽ ഇതുപോലെ സ്മാരകം വെക്കുവോ? ഇനി സ്മാരകം വെച്ചു പോയാൽ പിന്നെ വേറെ ഒരാൾ മരിച്ചു പോയി കഴിയുമ്പോൾ പിന്നെ അവരുടെ പേരിൽ കൂടെ സ്മാരകം വെക്കുവോ? അപ്പൊ എന്തിനാണ് ഇതുപോലുള്ള അനാവശ്യ ചെലവുകൾ ചെയ്യുന്നത്? എല്ലാ കാര്യത്തിലൂടെ നമുക്ക് യോജിക്കേണ്ട ആവശ്യമില്ല. തെറ്റ് കണ്ടാൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളതിന്റെ കാര്യത്തിനകത്ത് നമുക്ക് അഭിപ്രായ വ്യത്യാസം തന്നെ പറയാം. കാരണം എല്ലാ വ്യക്തികൾക്കും അഭിപ്രായ വ്യത്യാസം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പം ഈ പൈസ അനാവശ്യമായിട്ട് കളയാതെ ആവശ്യമുള്ള കാര്യത്തിൽ കൊണ്ട് ചെയ്യുക. ഇപ്പൊ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നമ്മുടെ നികുതി പണം തന്നെ കൊടുക്കുന്ന പൈസക്കകത്തും നമുക്ക് തന്നെ കിട്ടുന്ന ഒരു സേവനമാണ് അത് നമുക്ക് നല്ലൊരു കാര്യം തന്നെ. പിന്നെ തുഫാൻ പദ്ധതി, കുറച്ച് കഞ്ചാവും MDMA എല്ലാം പിടിച്ചു, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ കൂടെ കേരളത്തെ രക്ഷിക്കുക, അത് നല്ലൊരു പദ്ധതി തന്നെയാണ്. ആ കാര്യത്തിലൂടെ എല്ലാം യോജിക്കുന്നുണ്ട്. പക്ഷെ അനാവശ്യമായിട്ട് പൈസ കളയാൻ ഈ 1 കോടി രൂപ, അപ്പൊ കോടികൾക്കൊന്നും വിലയില്ലേ? എടാ 100 രൂപ കാശോ 1000 രൂപ കാശോ കയ്യിലെടുക്കാത്ത ആൾക്കാരുണ്ട്. അവരൊക്കെ കേൾക്കുമ്പോഴും 1 കോടി രൂപ ഞാനീ പറയുന്നത് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് കൊടുക്കുന്ന പൈസയാണെങ്കിൽ മാത്രമാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ നികുതി പണത്തിൽ നിന്ന് കൊടുക്കുന്ന പൈസക്കകത്ത് നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യത്തിനകത്ത് ചിലവാക്കാതെ പാവപ്പെട്ട ആൾക്കാർ ഇപ്പം പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുക, അല്ലെ നമുക്ക് ജനങ്ങൾ കൂടുതൽ സേവനം ഉണ്ടാക്കുക. അല്ലാതെ കുറച്ച് കല്ലും മണ്ണും പ്രതിമയും ഉണ്ടാക്കി കുറച്ച് സ്മാരകം ഉണ്ടാക്കി. ഇപ്പൊ സലീംകുമാർ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാലും എന്താവശ്യത്തിന് വേണ്ടിയാണ് എന്റെ പേര് പ്രതിമ ഉണ്ടാക്കുന്നത്? ഈ പ്രതിമ ഉണ്ടാക്കിക്കൊണ്ട് എനിക്കെന്താ ഗുണം? അല്ലെ ഇരിക്കുന്നവർക്ക് എന്താ ഗുണം? ഒരു പ്രതിമ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടെന്ന കാണുന്നവർക്ക് എന്താ ഗുണം? ആ വ്യക്തിയെ കാണുമ്പോൾ ഒന്ന് ഓർക്കും, അത്ര തന്നെ. അല്ലെങ്കിൽ തന്നെ നമ്മൾ സിനിമയും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ ഈ വ്യക്തികളെല്ലാം ഓർക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു പ്രതിമയും കൂടെ ഉണ്ടാക്കി പൈസ കളയേണ്ട ആവശ്യമുണ്ട്. അപ്പം അനാവശ്യമായിട്ടുള്ള പൈസ കളയുന്നതിനകത്തുനിന്നെല്ലാം നമ്മളെല്ലാവരും എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഞാൻ യോജിക്കത്തില്ല. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളും യോജിക്കുന്നില്ലെന്ന് തന്നെ ആയിരിക്കും. കാരണം അനുകൂലിക്കേണ്ട കാര്യത്തിനകത്ത് അനുകൂലിക്കണം, പ്രതികൂലിക്കേണ്ട കാര്യത്തിനകത്ത് പ്രതികൂലിക്കണം. കാരണം ഇപ്പോൾ ഒരു പ്രതിമ വെച്ച് പോയെങ്കിൽ 10 പേര് മരിക്കാൻ പോകുന്നവർ ഉള്ളപ്പോഴും അല്ലെങ്കിൽ മരിച്ചവരുടെ ഇനി ബാക്കിയുള്ള പേരിലും കൊണ്ട് എല്ലാവരുടെയും പേര് കൊണ്ട് പ്രതിമ വെക്കും. അപ്പൊ പ്രതിമയും കൊണ്ട് നടക്കാൻ പറ്റത്തില്ലായിരിക്കുമല്ലോ. ശരിയല്ലേ? അപ്പൊ എന്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം.